രാത്രിയിലാണോ എപ്പോഴാണ് ഇത് കൂടുന്നത്? രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ പനിയൊന്നും ഉണ്ടാവില്ല, ചുമ വന്ന് നേരെ ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരും. മിക്ക ടൈംസിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അലർജി കാരണമാണ് വരിക. അപ്പോൾ എന്താണ് ഈ അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുട്ടിയൊക്കെയായിട്ടുള്ള 22 സ്പെഷ്യാലിറ്റീസിലെ ഒരു പീഡിയാട്രിക് സെന്റർ ഉണ്ട് നമ്മുടെ കാലിക്കറ്റ് എരഞ്ഞിപ്പാലത്തിട്ടോ. ആസ്പയർ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെന്റർ. ഇത് എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ നോക്കിയാലോ? കമൺ ഫോളോ മീ. ചിൽഡ്രൻസ് ഡേ എന്ന് ആസ്പയർ കുട്ടികൾക്കായിട്ട് പ്രത്യേക പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചിത്രം വരയ്ക്കൽ, കാരിക്കേച്ചർ, മാജിക് ഷോ ഒക്കെ. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രൊസീജിയർ റൂമും അതേപോലെ തന്നെ ഒബ്സർവേഷൻ റൂമും എനിക്കിവിടെ കാണാൻ പറ്റി. കുട്ടികൾക്ക് വേണ്ട അലർജി ടെസ്റ്റും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാണുന്ന അലർജി ഒന്ന് ഡസ്മൈറ്റ്, നമ്മുടെ പൊടിയിൽ ഉണ്ടാവുന്നതാണ് ഡസ്മൈറ്റ്. ഏറ്റവും കൂടുതൽ കാണുക ബെഡ്, തലയണ. ഇത് കാരണമാണ് മോൾക്ക് അലർജി ഉണ്ടായിട്ടുള്ളത്. വോം ടു ടീൻ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ആസ്പയർ ശരിക്കും നമ്മളൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പീഡിയാട്രിക് സെൻ്ററാണ്. ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഫീലിംഗ് ഇല്ലാതെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട്, ഹാപ്പി ആയിട്ട്, എൻജോയബിൾ ആയിട്ട് വന്ന് ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമുക്ക് പീഡിയാട്രിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക് ഓഫ്താൽ, നിയോനറ്റോളജി, പീഡിയാട്രിക് അലർജി, ആസ്മ, ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, അഡോളസെന്റ് ഹെൽത്ത്, പിന്നെ ഡയറ്ററ്റിക്സ്, അങ്ങനെ 22ഓളം സ്പെഷ്യാലിറ്റീസ് നമുക്ക് ഒരൊറ്റ സെന്ററിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആസ്പയറിന്റെ പ്രത്യേകത. വിന്നേഴ്സിനും വന്നവർക്കെല്ലാം പ്രൈസ് ഉണ്ടായിരുന്നു. സെന്ററിനെ കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ വിളിക്കാം. ബൈ.